അപ്പോൾ നിർമ്മിത ബുദ്ധിയും സാമൂഹിക മാറ്റവും എന്നുള്ള ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്നത്തെ നിർമ്മിത ബുദ്ധി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബേസിക് LLMs അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് LLMs നമ്മളെല്ലാം പരിചിതമാണ്. അതിനപ്പുറം കുറേയധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്ത് നോക്കുന്നത് ഒരു സൊസൈറ്റി എന്നുള്ള രീതിയിൽ, ഒരു സമൂഹം എന്നുള്ള രീതിയിൽ അതിനെ എങ്ങനെ അത് ബാധിക്കുന്നു, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഇതുപോലുള്ള ടെക്നോളജി വികസനങ്ങൾ വന്നപ്പോൾ സൊസൈറ്റിയുടെ ഫാബ്രിക്കിനെ അതെങ്ങനെ ചേഞ്ച് ചെയ്തു, ഇവിടെയും നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും എന്നുള്ള രീതിയിൽ അതാണ് നമ്മൾ മുന്നിലേക്ക് നോക്കുന്നത്. പ്രോബ്ലി പഴയകാല ടെക്നോളജി ചേഞ്ചസും അവ കൊണ്ടുവന്ന സാമൂഹിക മാറ്റങ്ങളും അതെങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലൈനോട് കൂടി നമുക്ക് ഈ ഒരു കോൺവെർസേഷൻ തുടങ്ങാം. സാർ ഒന്ന് ഇഫ് യു ക്യാൻ റൺ ഇറ്റ് റൈറ്റ് ഫ്രം മേ ബി ഐ ഡോണ്ട് നോ ഈ ഫയർ മുതൽ ഇങ്ങോട്ടേക്ക് തുടങ്ങാം നമുക്ക്. ഐ തിങ്ക് ടെക്നോളജി ഡെവലപ്മെന്റ്സ് ഇഫ് യു ക്യാൻ ലുക്ക് അറ്റ് ഇറ്റ്. അല്ല, ഡോക്ടർ ജയശങ്കർ പറഞ്ഞതുപോലെ എല്ലാ സാങ്കേതിക വിദ്യയും സാമൂഹികമായ മാറ്റങ്ങൾ കൊണ്ടുവരാറില്ല. സാമൂഹികമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ സാധാരണ വ്യവസായ വിപ്ലവം എന്നുള്ള രീതിയിൽ പറയാറുള്ളത്. അപ്പോൾ വിപ്ലവമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വ്യവസായം അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഫയർ, സ്റ്റോണേജ് മുതൽ തുടങ്ങുകയാണെങ്കിൽ നമുക്കത് പറയാവുന്നതാണ്. പക്ഷേ അടുത്ത പുതിയ മോഡേൺ കാലഘട്ടം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ ഒരു അഗ്രേറിയൻ വേൾഡിൽ നിന്ന് ഇൻഡസ്ട്രിയൽ വേൾഡിലേക്ക് മാറിയത് ഒന്നും രണ്ടും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ്. ഈ ഒന്നും രണ്ടും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചു. അതിനുശേഷം ഇലക്ട്രിസിറ്റി ഉണ്ടായി, ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ഉള്ള മെഷീനുകളുണ്ടായി, ലോക്കോമോട്ടീവുകൾ ഉണ്ടായി. ചുരുക്കത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ്റെ കായികമായിട്ടുള്ള ശക്തിയെ മെഷീനുകൾ വളരെ യാന്ത്രികമാക്കുകയും അതുവഴി അതിൻ്റേതായ ചലഞ്ചസ് ഉണ്ട്, അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഉണ്ട്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ വലിയൊരു മാറ്റം സമൂഹത്തിലുണ്ടായത് നമ്മൾ ഗ്രാമങ്ങളിൽ നിന്ന് മാറി നഗരങ്ങളിലേക്ക് മാറാൻ തുടങ്ങി. വളരെ വലിയൊരു നഗരവൽക്കരണം നടന്നു. കാരണം ആ സാങ്കേതിക വിദ്യയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഒരു മാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ്. ഒരു ലാർജർ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ എല്ലാം ഹൈ എഫിഷ്യൻ്റ് ആയിട്ട് ലാർജ് സ്കെയിലിൽ ഓപ്പറേറ്റ് ചെയ്യുക എന്നൊരു കൺസെപ്റ്റ് ആയിരുന്നു നമുക്ക് കഴിഞ്ഞ ഒരു 100-200 നൂറ്റാണ്ടുകളിൽ, കഴിഞ്ഞ ഒരു 100-200 കൊല്ലത്തിനകത്തുള്ള ഒരു കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ഒരു മൈക്രോ ലെവൽ അല്ലെങ്കിൽ ഒരു വില്ലേജ് ലെവലിൽ നിന്ന് മാറി ഒരു ഇൻഡസ്ട്രിയൽ സിറ്റീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ടൗൺസ് എന്നുള്ള രീതിയിലേക്ക് മാറി. അതിന് ചുറ്റിപ്പറ്റിയുള്ള സാമൂഹികമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് അറിയാവുന്ന പോലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മാറുകയുണ്ടായി. ഇതിൽ നിന്ന് മാറിയിട്ട് അടുത്ത തലത്തിൽ, പക്ഷെ അതിൻ്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഇത് മനുഷ്യനെ ഓരോരുത്തരെയും ഒരുമിച്ച് കാണുന്നതിന് പോലെ എല്ലാവരെയും സ്റ്റാൻഡേർഡായിട്ട് കാണാൻ തുടങ്ങി, അറ്റ്ലീസ്റ്റ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. മാത്രമല്ല ഒരു ലേബറും ക്യാപിറ്റലും തമ്മിലുള്ളൊരു ഫൈറ്റ് പലപ്പോഴും ഉണ്ടാവുകയുണ്ടായി, ഒരു ഡിഫറൻസ് ഉണ്ടാവുകയുണ്ടായി. അതിൽ നിന്ന് അപ്പോൾ ഒരു ഉദാഹരണം, വളരെ എഡ്യൂക്കേഷൻ്റെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തിൽ നിന്ന് ഒരു സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പോൾ ആക്സസ് കൂടിയെങ്കിലും അതിൻ്റെ ഒരു പേഴ്സണലൈസേഷൻ അല്ലെങ്കിൽ ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവിനനുസരിച്ച് എന്ത് ചെയ്യണമെന്നുള്ളത് പണ്ട് ഗുരുക്കന്മാർക്ക് അറിയാമായിരുന്നു. പക്ഷെ അത് മറ്റൊരു തലത്തിലേക്ക് വന്നപ്പോൾ, ഒരു ലാർജ് മാസിഫിക്കേഷനിലേക്ക് വന്നപ്പോഴേക്കും അത് നഷ്ടപ്പെട്ടു പോയി. ഇതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് വളരെ വെൽ റിസർച്ച്ഡ് ആയിട്ടാണ്. പക്ഷെ ഇനി വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ കാണുന്ന നിർമ്മിത ബുദ്ധിയും അതിനടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമോ എന്നുള്ളതാണ്. അത് കൊണ്ടുവരുന്നു എന്നതിനുള്ള കുറേയേറെ ഇൻഡിക്കേഷൻസ് ഉണ്ട്. അതിന് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു നിർമ്മിത ബുദ്ധിയുടെ ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ ടെക്നോളജികളുടെ ശക്തി എന്ന് പറയുന്നത്, അതിന് ഹൈ ലെവൽ ഓഫ് സ്കെയിലബിലിറ്റി ഉണ്ട്. വളരെ വളരെ പെട്ടെന്ന് അതിനെ വളരെ ലാർജ് ലെവൽ എക്സ്പൊണൻഷ്യൽ ടെക്നോളജീസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സണലൈസേഷൻ അറ്റ് സ്കെയിൽ ഈസ് ആക്ച്വലി പോസിബിൾ. അപ്പോൾ ഈ ഒരു മാറ്റം വരുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന തലത്തിൽ നിന്ന് മാറി സമൂഹം ഒരു പേഴ്സണലൈസേഷനിലേക്ക്, എമർജൻസ് ഓഫ് സെൽഫ് എന്നുള്ള രീതിയിലേക്ക് വരുവാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതതിൻ്റെ ഒരു പോസിറ്റീവ് തലമാണ്. അതിന് വേറെ തലങ്ങളുണ്ട്, നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്ന് പറയാറുണ്ട്, നിർമ്മിത ബുദ്ധിയുടെ അടുത്ത തലം എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റർ എക്കോണമിയാണ്. ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എക്കോണമി ക്രിയേറ്റേഴ്സിനെയാണ്. അതെ, അതായത് ഒരു ക്യാപിറ്റലും ഉള്ള ഒരു സ്ഥാപനത്തിൻ്റെ നമ്മൾ ലേബർ കൊടുക്കുന്നു, അതനുസരിച്ച് ഉണ്ടാവുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു നല്ല ശതമാനവും ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർക്കും കിട്ടുക. അതിൽ നിന്ന് മാറിയിട്ട് എക്കോണമി ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് എക്കോണമിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മാറ്റത്തിലേക്ക് വരുന്നുണ്ട്. സാർ, അതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് അനോളജി നമ്മൾ കണ്ടത്, മുമ്പ് ഈ നിലം അല്ലെങ്കിൽ ലാൻഡ് ആയിരുന്നു വൺ ഓഫ് ദ മേജർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ.
ഇന്നിപ്പോൾ നിങ്ങളുടെ പ്ലാറ്റ്ഫോംസോ അല്ലെങ്കിൽ ടെക്നോളജി ബിക്കംസ് വൺ ഓഫ് ദാറ്റ് മേജർ ഫാക്ടർ. ഇഫ് ദ ക്യാപിറ്റൽ ഡിപ്ലോയിഡ് വാസ് ഏർലിയർ ദ പ്രൈം ഫാക്ടർ, ഇപ്പോൾ നമുക്ക് ഡേറ്റ ആണ്, ഡേറ്റ ഓർ ഇൻഫർമേഷൻ വാട്ട് എവർ യു വോണ്ട് ടു കോൾ ഇറ്റ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ സർ ആ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ ലൈക്ക് വാട്ട് യു ആർ സേയിങ് ഏർലിയർ, നമ്മളിത് കുറച്ച് ആൾക്കാരുടെ കയ്യിലേക്ക് കൺഫൈൻഡ് ആവുകയാണ്. ഇൻ്റർനെറ്റ് ഏജ് വന്നപ്പോൾ നമ്മൾ വലിയൊരു ലെവലറാന്ന് പറഞ്ഞു, എല്ലാവർക്കും ആക്സസ് കിട്ടും എന്ന് പറഞ്ഞു. ബട്ട് ആക്ച്വലി ഇൻ്റർനെറ്റ് ക്രിയേറ്റഡ് എ ഡിവൈഡ് ഫ്രം ദ ഡിജിറ്റൽ ഹാവ്സ് ആൻഡ് ഡിജിറ്റൽ ഹാവ് നോട്ട്സിൻ്റെ ഒരു ഡിവൈഡ് ഉണ്ടാക്കി. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു AI ബേസ്ഡ് ഒരു സൊസൈറ്റി നമ്മൾ എക്കണോമി, ബിക്കോസ് ദ ട്രിഗർ ക്യാൻ ബി ഇൻ എക്കണോമിക് സ്ഫിയറിലുണ്ടാവാം, സോഷ്യൽ സ്ഫിയറിലുണ്ടാവാം, എല്ലായിടത്തും വരാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ആർ വി ലുക്കിംഗ് അറ്റ് സംതിങ് ലൈക്ക് ക്രിയേറ്റിംഗ് യെറ്റ് അനദർ ഡിവൈഡ് ഇൻ എ ലാർജർ സ്കെയിൽ? വളരെ പോസിബിളാണ്. കാര്യം സാങ്കേതിക വിദ്യകളെ തന്നെ നമുക്ക് പല തരത്തിൽ തിരിക്കാം. ചില സാങ്കേതിക വിദ്യകൾ മനുഷ്യൻ ചെയ്യുന്നതിനെ കുറെ കൂടി ഫലപ്രദമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന അതേ മോഡലായിരിക്കും ചെയ്യുക. മറ്റു ചിലത് നമ്മൾ ചെയ്യുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ ചെയ്യുന്ന ഔട്ട്പുട്ടിനേക്കാളും കൂടുതൽ കൊണ്ടുവരും. പക്ഷെ നമ്മൾ ചെയ്യുന്ന മാർഗ്ഗത്തിലായിരിക്കില്ല ചെയ്യുക. പക്ഷെ നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണത് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. പക്ഷേ ഇന്നത്തെ LLMs അല്ലെങ്കിൽ ഇന്നത്തെ AI പലതും ബ്ലാക്ക് ബോക്സ് മോഡലാണ്, എക്സ്പ്ലെയിനബിൾ അല്ല. നമുക്ക് ഇൻപുട്ട് ഉണ്ട്, നമുക്ക് ഔട്ട്പുട്ട് വളരെ വളരെ തരത്തിൽ കിട്ടുന്നു, എന്ത് സംഭവിക്കുന്നു അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അൽഗോറിതമിക് ആയിട്ടുള്ള ഡേറ്റാ ബേസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഡിസിഷൻ്റെ ഒരു വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ആ ഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്നതും ഡേറ്റയിൽ നിന്ന് എൻ്റർപ്രറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള പ്രോസസ്സ് പലപ്പോഴും പോളറൈസേഷൻ ഉണ്ടാക്കുന്നുണ്ട്, പലപ്പോഴും വിഭാഗീയത സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ സാധാരണ AI പറയുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് എക്കോ ചേംബർ അല്ലെങ്കിൽ ഫിൽറ്റർ ബബിൾ എന്ന് പറയുന്നത്. അതായത് എനിക്ക് ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു സാമൂഹ്യമായിട്ടോ ഒരു വീക്ഷണം ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ കേൾക്കുന്നതും ഞാൻ കാണുന്നതും അത് തന്നെയായിരിക്കും. ആ റീഇൻഫോഴ്സ് കൊണ്ട് ഇപ്പോൾ ഞാനൊരു മിഡിൽ ഓഫ് ലെഫ്റ്റ് ആണെന്ന് വയ്ക്കുക, ഞാൻ AI ഉപയോഗിക്കുമ്പോൾ AI റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ കൂടുതൽ ലെഫ്റ്റിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് ആണെങ്കിൽ ഞാൻ കൂടുതൽ ഫാർ റൈറ്റിലേക്ക് പോകുന്നുണ്ടോ. അപ്പോൾ അതൊരു സൊസൈറ്റൽ പോളറൈസേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. ഇതോടൊപ്പം തന്നെ ഇത് ഉപയോഗിക്കുന്ന ഡേറ്റ പലപ്പോഴും ചില ഭാഗങ്ങളിൽ നിന്ന്, ചില ജോഗ്രഫികളിൽ നിന്ന് മാത്രം വരുന്നവയായിരിക്കും. അതുകൊണ്ട് തന്നെ അത് മാത്രം ഉപയോഗിച്ച് വരുന്നൊരു സൊസൈറ്റിക്ക് വളരെ തെറ്റായ സൊസൈറ്റിയെക്കുറിച്ചുള്ള ധാരണകൾ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ വളരെ വലിയ ഡേഞ്ചറുകളാണ്. പക്ഷേ ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ സാമൂഹ്യമായൊരു മാറ്റം എന്ന് പറയുന്നത്, കഴിഞ്ഞ നൂറ്റാണ്ട് വരെ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന സാങ്കേതിക വിദ്യയിൽ ലേബർ എന്ന് പറയുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്ക് ഒരു ചെറിയൊരു പോർഷൻ ഓഫ് റിട്ടേൺ എങ്കിലും കിട്ടുമായിരുന്നു. ഇന്ന് ഫ്രീ ലേബറാണ്. ഇന്ന് നമ്മൾ കാണുന്ന പല സാങ്കേതിക വിദ്യകളും ഫ്രീ ആയിട്ട് ആൾക്കാർ ഉണ്ടാക്കി കൊടുത്താണ്. പക്ഷെ അതിന്റെ ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൊടുക്കുന്ന ഡേറ്റ വെച്ചിട്ടാണല്ലോ ഗൂഗിൾ ആക്ച്വലി നമുക്ക് ഏതാണ് ട്രാഫിക് എന്ന് പറഞ്ഞു തരുന്നത്. നമുക്ക് തിരിച്ച് അത് ആ ഡേറ്റ നമുക്ക് വിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡ്യൂസർക്ക് യാതൊരുവിധ കിട്ടാത്ത അല്ലെങ്കിൽ ഒരു ഫ്രീ ലേബർ എന്നൊരു വേൾഡിലേക്ക് പോകുന്ന ഒരു നെഗറ്റീവിസവും കൂടി ഇതിനകത്തുണ്ട്. പോസിറ്റിവിസം ഉണ്ട്, ഒരുപാട് പോസിറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങളും നമ്മൾ കാണാതെ പോകുന്നത് ശരിയല്ല. സോഷ്യൽ ഫാബ്രിക്കിൽ സാറ് പറഞ്ഞ പോളറൈസേഷൻ ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന, ഐ തിങ്ക് വി സീ വാട്ട് വി വോണ്ട് ടു സീ ഓർ അതർ വാട്ട് വി ആർ ലുക്കിംഗ് അറ്റ്, അതിനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന ഒരു അൽഗോറിതംസ് ആണ് ഇന്നിപ്പോൾ റൺ ചെയ്യുന്നത്. ഞാൻ ഇന്ന് എന്ത് കയറി സെർച്ച് ചെയ്യുന്നു അതേ രീതിയിലുള്ള സാധനം തന്നെ വീണ്ടും എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അൽഗോറിതംസ് ആണ് വീണ്ടും വരുന്നത്. അതാണ് സാർ ആ പോളറൈസേഷൻ്റെ കാര്യം പറഞ്ഞത്. ലെഫ്റ്റ് ഉണ്ടെങ്കിൽ ഇഫ് ഐ എം എ മിഡിൽ ലെഫ്റ്റ് ഓർ എ മിഡിൽ റൈറ്റ് ഐ വിൽ ബി പുഷ് ടുവേർഡ്സ് ദാറ്റ് സൈഡ്. അതൊരു കാര്യം. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഈ പറയുന്ന അൽഗോറിതംസും അതിൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്ന് 99% ആൾക്കാർക്കും അറിയില്ല. ഇത് നിർമ്മിക്കുന്നതാണെങ്കിൽ ഏതാണ്ടും ചില ആൾക്കാരിൽ കൺഫൈൻഡ് ആണ്. ഒരു മെറ്റയിലോ ഒരു അഷ്യൂറിലോ അങ്ങനെ ഒരു 3-4 കമ്പനീസിൽ ലാർജ്. ആൻഡ് ഇൻ റൈറ്റ്ലി സെഡ് യു ക്യാൻ ടോക്ക് അബൌട്ട് ടെക്നോ ഫ്യൂഡലിസം ഇസ് പ്രോബ്ലി അനദർ. ഇതിപ്പോൾ നമ്മൾ AI മോശമാണെന്നല്ല പറയുന്നത്. AIക്ക് വളരെയധികം നല്ല ഗുണങ്ങളുണ്ട്, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ഉണ്ട്. പക്ഷേ ഒരു ഹൈലൈറ്റ് ഞങ്ങൾ സംസാരിക്കുമ്പോൾ വന്നത്, നമ്മളെല്ലാം പ്രൊഡക്ടിവിറ്റി ഡ്രിവൺ ആണ് ഈ അൽഗോറിതംസ്. There is something lacking which is more human centric. From a social angle, that is going to be a major issue. So you can talk about it. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അതിനൊരു അതിൻ്റെ ഡീപ്പറായിട്ടുള്ള കാരണങ്ങൾ കൂടി നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഒരുപക്ഷെ ഇന്നത്തെ സാങ്കേതിക വിദ്യയിൽ ഒരു നല്ല ശതമാനം ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ക്യാപിറ്റൽ വഴിയാണ്. പബ്ലിക് ക്യാപിറ്റൽ ഒരു സാങ്കേതിക വിദ്യ ഡെവലപ്മെൻറ്റിന് ഇൻവോൾവ് ചെയ്യുന്നത് കുറഞ്ഞു വരികയാണ്. ഇല്ല എന്നല്ല, കുറഞ്ഞു വരികയാണ്.
കൂടുതലും പ്രൈവറ്റ് ക്യാപിറ്റലാണ് ഉണ്ടാവുന്നത്. മുൻകാലങ്ങളിൽ ഗവൺമെന്റ് ഫണ്ടാണ്, പബ്ലിക് ഫണ്ട്സ് ആണ് പബ്ലിക് ഫണ്ട്സ് ടെക്നോളജി ആയിരുന്നു ഡെവലപ്മെന്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് സാങ്കേതികവിദ്യ ഉണ്ടായ ശേഷം അതിനെ വളർത്താനാണ് പ്രൈവറ്റ് സെക്ടർ അല്ലെങ്കിൽ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു പ്രൈവറ്റ് സെക്ടർ ഒരു സാങ്കേതികവിദ്യ വളർത്തുമ്പോൾ അവർക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് അതിൽ നിന്ന് മാത്രം കിട്ടുന്ന റിട്ടേൺ ആണ്. അപ്പോൾ ഈ സാങ്കേതിക വിദ്യകൾക്ക് പരാജയപ്പെടാനുള്ള സാധ്യതകൾ വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ വിജയിക്കുന്ന സാങ്കേതിക വിദ്യകളിൽ നിന്ന് വളരെയധികം എക്സ്പെക്റ്റഡ് റിട്ടേൺസ് കിട്ടും. ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് കാണുന്ന സ്റ്റാർട്ടപ്പുകളിൽ ഒരു 90% ഫണ്ട് ചെയ്യപ്പെടുന്നത് വെഞ്ചർ ക്യാപിറ്റൽ വഴിയാണ്. അവരുദ്ദേശിക്കുന്നത് നിങ്ങൾ 100% ഗ്രോ ചെയ്യുക, 200% ഗ്രോ ചെയ്യുക എന്നുള്ള രീതിയാണ്. അതേപോലെയാണ് ഈ പറഞ്ഞ ഡീപ് ടെക്നോളജി സൊല്യൂഷൻസും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരു അബ്നോർമൽ റിട്ടേൺ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ സാങ്കേതിക വിദ്യയ്ക്ക് ഹൈ ലെവൽ ഓഫ് എഫിഷ്യൻസി ഉണ്ടാക്കേണ്ടി വരും, ഇതുപോലെയുള്ള മെത്തേഡ്സ് ഉണ്ടാക്കേണ്ടി വരും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന വികസനത്തിൻ്റെ മറ്റൊരു പാത തന്നെയാണ്. അത് നമ്മൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടത് നമ്മുടെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കോപ്പറേറ്റീവ് സെക്ടറിന് ഒരു വലിയ റോൾ പ്ലേ ചെയ്യാൻ പറ്റും. കാരണം കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ്. ഇമ്പാക്റ്റ് ആയിട്ടുള്ള ക്യാപിറ്റലിന് ചെയ്യാൻ കഴിയും. പക്ഷെ അതെല്ലാം ഇപ്പോഴും ഒരു ചെറിയ തലത്തിൽ മാത്രം നിൽക്കുകയും ഒരുപക്ഷെ എഐയുടെ ബെനിഫിറ്റുകൾ ഭ്രമിച്ച് ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു, ഇതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും വളരെ വളരെ വേഗത്തിൽ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ടോ എന്നത് നമുക്കൊരു. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കൂടുതൽ ചോദ്യങ്ങളാണ്, ഉത്തരങ്ങളല്ല, ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് നമ്മളിതുപോലെയുള്ള ഡിബേറ്റുകളിൽ കൂടി ഉത്തരങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമാണ്. എക്സാക്ട്ലി. സോ സാർ പറഞ്ഞ ഒരു മേജർ പോയിന്റ്, നമ്മുടെ ഇപ്പോൾ ഇന്റർനെറ്റ് വന്നപ്പോൾ നമ്മൾ എല്ലായിടത്തും ആക്സസിബിൾ ആയി, ദ ഡിസ്റ്റൻസ് ബിക്കെയിം ഇറലവൻറ്റ്. But we became far. We are connected to a person in the US through your social media networks, but you're not connected to your next door neighbor. നമ്മളിങ്ങനെ ഒരു കാഷ്വൽ കമൻറ്റിൽ എപ്പോഴും പറയുന്ന കാര്യമാണ്, കമ്മ്യൂണിറ്റി മൂവ്മെൻറ്റ്സ് കുറഞ്ഞു, മീറ്റിംഗ് പ്ലേസസ് കുറഞ്ഞു, ബട്ട് യു ആർ ഓൾ ദെയർ ഓൺ എ പ്ലാറ്റ്ഫോം. സോ ആ ഒരു കൈൻഡ് ഓഫ് പേഴ്സണലൈസേഷൻ വരുമ്പോൾ തന്നെ ഒരു സാമൂഹികമായ ഒരു ഫാബ്രിക്കിൽ ഈ പറഞ്ഞ ഐസൊലേഷനും വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വൺ തിങ് വിച്ച് യു ഹാവ് ടു ബി അവെയർ അബൌട്ട്. നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ ഒരു ലൈബ്രറിയോ ഒരു വ്യക്തിനെയോ പോയി എക്സ്പേർട്ടിനെയോ പോയി കണ്ടു ചോദിക്കുന്നതിന് മാറിയിട്ട്, ഇപ്പോൾ കുട്ടികളോട് പോലും നമ്മളിപ്പോൾ പഠിപ്പിക്കുമ്പോൾ പോലും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ എളുപ്പം എന്ന് പറഞ്ഞാൽ അയാൾക്ക് നല്ലോണം പ്രോംപ്റ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ യു ഹാവ് റെഡിമെയ്ഡ് ആൻസേഴ്സ് ഇൻ ദ ബേസിക് LLMs ആൻഡ് ഇൻ എനി അതർ ടെക്നോളജി. വി ആർ ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് AI ആസ് വൺ ടെക്നോളജി. അതിൽ എവിടെ വേണമെങ്കിലും കിട്ടും. സോ വെൻ യു ഹാവ് എവറിത്തിങ് റെഡിലി അവൈലബിൾ, ദ സോ കോൾഡ് ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ ഓർ ദ സോഷ്യൽ ആനിമൽ എന്നുള്ളൊരു ആസ്പെക്ട് കുറച്ചധികം എഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും. So I think that is going to be one major change. And sir പറഞ്ഞ ആ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു ടെക്നോളജി ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ ഡീപ് ടെക്നോളജിയിൽ ഫണ്ട് ചെയ്യുന്ന ഗവൺമെൻറ്റ്സ് കുറവാണ്. ഇറ്റ്സ് ഓൾ ബീൻ ഫണ്ടഡ് ബൈ 3 or 4 മേജർ കമ്പനീസ്, ബിക്കോസ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി യുവർ സോഴ്സ് ഓഫ് പവർ. അങ്ങനെ വരുമ്പോൾ അവരായിരിക്കും ഡിറ്റർമിൻ ചെയ്യുന്നത് നിങ്ങളുടെ സോഷ്യൽ ഓർഡർ എന്തായിരിക്കും എന്നുള്ളത്, ദ വേ യുവർ സൊസൈറ്റി വിൽ ഗോ. You want to talk about techno-feudalism? I find it very interesting. So അല്ല, അതായത് നമ്മൾ ഇന്ന് കാണുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് മാറിയിട്ട് കുറച്ച് കമ്പനികളുടെ കയ്യിൽ മാത്രം വരുന്ന ഒരു പുതിയൊരു ഫ്യൂഡൽ സിസ്റ്റത്തിലേക്ക് നമ്മൾ തള്ളിവിടപ്പെടുകയാണോ എന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് തോട്ട്. കാര്യം ദാറ്റ് ക്യാൻ ആക്ച്വലി ക്രിയേറ്റ് എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് കാര്യം. ഓർഗനൈസേഷൻസിന് പോലും എങ്ങനെയാണ് ഒരു ഡിറ്റർമിൻ ചെയ്യാൻ കഴിയുക, ഒരു ജനം എങ്ങനെ മൂവ് ചെയ്യണമെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയും. നമുക്ക് തന്നെ അറിയാവുന്നതാണ്, നമ്മുടെ കുറേയേറെ ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നത് പോലും നമ്മൾ അറിയാതെയാണ് എടുക്കുന്നത്. അൽഗോറിതംസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഒരു പുസ്തകം വായിക്കണം എന്ന് നമ്മൾ കരുതുമ്പോൾ ഒരു ചെറിയ പരിധി വരെയെങ്കിലും അത് ആമസോൺ ആയിരിക്കും ഡിറ്റർമിൻ ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന ചോയ്സ് ബേസ് എന്ന് പറയുന്നത് നമ്മളെ ഒരു ഡ്രൈവിലേക്ക് കൊണ്ടുപോവാണ്. ഇത് കോൺഷ്യസ് ആയിട്ട് ഇത് മനസ്സിലാക്കി മാറുക എന്നത്, അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. പക്ഷേ അതേസമയം സാമൂഹികമായിട്ടുള്ള കുറേയേറെ വിപത്തുകൾക്ക് അല്ലെങ്കിൽ പ്രോബ്ലംസിന് ഇന്നത്തെ സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതല്ല. പ്രത്യേകിച്ച് ഈ ഇന്നത്തെ എഐയുടെ നിലവാരം എന്ന് പറയുന്നത്, ഇപ്പോൾ AGI വന്നിട്ടില്ല, LLM അല്ലെങ്കിൽ ഒരു GPT മോഡലിൻ്റെ ലെവലിൽ വരുമ്പോൾ ഇത് ഒരു ജനറൽ എഐയിലേക്ക് വരികയാണ്. മുഴുവനായിട്ടില്ലെങ്കിലും ഒരുപാട് ജനറൽ പർപ്പസ് ആണ്. ഏത് സാങ്കേതിക വിദ്യയും ജനറൽ പർപ്പസ് ആകുമ്പോഴാണ് ആൾക്കാർ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ തന്നെ നമുക്കറിയാം, കമ്പ്യൂട്ടിംഗ് മാത്രം ചെയ്യുമ്പോൾ നമ്മൾ അധികം ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ അത് മറ്റു പല കാര്യങ്ങളും ആയപ്പോഴാണ് ഉപയോഗിക്കാൻ തുടങ്ങി. അതേപോലെ ഒരു ലെവലിലേക്ക് AI വരുമ്പോൾ അതിൻ്റെ അഡോപ്ഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ആ അഡോപ്ഷൻ വരുമ്പോൾ അതിനോടൊപ്പം തന്നെ സോഷ്യൽ ഫിഷേഴ്സ് വരികയും അതിൻ്റെ റൂട്ട് കോസുകൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു തോട്ട് പ്രോസസ്സുകൾ പലയിടത്തും ലോകത്തിൻ്റെ പല ഭാഗത്തും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് നടക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. I think as a topic,
both of us are into technology field, but then we are all proponents of AI. But സാമൂഹിക മാറ്റത്തിലെ വെച്ച് നോക്കുമ്പോൾ ഒരു സമൂഹത്തിനെ ഈ ടെക്നോളജി എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു നോക്കുമ്പോൾ ഒത്തിരി അധികം ഏരിയാസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ത്രോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ചർച്ച ചെയ്യപ്പെടണം. അങ്ങനൊരു ഇൻറ്റൻഷനോടുകൂടിയാണ് നമ്മൾ ഇതിലേക്ക് മാത്രം ലിമിറ്റ് ചെയ്തത്. I think we have enough time now to have some questions. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് you can have a difference of opinion അല്ലെങ്കിൽ you can have a point to add. So we like to open it up to the audience. സർ, എൻ്റെ പേര് സിദ്ധാർത്ഥ്. എൻ്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇപ്പോൾ റിസർച്ച് എഡ്യൂക്കേഷൻ ഫീൽഡിൽ AI-നെ എങ്ങനെ എഡ്യൂക്കേഷനിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് ബെനിഫിറ്റ്സ് ഒരുപാടുണ്ടെങ്കിലും നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതിൽ എൻ്റെ ഒരു തോന്നൽ, ഈ കുട്ടികളുടെ ഒരു ക്രിട്ടിക്കൽ റീസണിങ് അതിനെ സാരമായി ബാധിക്കാനുള്ള ഒരു സാധ്യത. പിന്നെ ഇന്നത്തെ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ AI വെച്ച് പലപ്പോഴും അസൈൻമെൻറ്റ്സ് എഴുതുന്നു, റിസർച്ചിൽ റൈറ്റിംഗ് ചെയ്യുന്നു. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് കപ്പാസിറ്റിനെ ബാധിക്കുന്നതായിട്ട് ഒരു തോന്നൽ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ എഡ്യൂക്കേഷൻ ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് എടുക്കുകയാണെങ്കിൽ, നമുക്ക് ഹിസ്റ്റോറിക്കലി എഡ്യൂക്കേഷൻ ഫീൽഡ് വാസ് ഓൾവേസ് അഡ്രസ്സിങ് അസിമെട്രീസ്. ആദ്യം ഡേറ്റ അസിമെട്രി ആയിരുന്നു. അധ്യാപകന് ഡേറ്റയുണ്ട്, വിദ്യാർത്ഥിക്ക് ഡേറ്റ ഇല്ല. അധ്യാപകൻ ഡേറ്റ കൊടുക്കുമായിരുന്നു. അതിനുശേഷം അതൊരു ഇൻഫർമേഷൻ അസിമെട്രി ആയി. ആ ഡേറ്റ എങ്ങനെ, കാര്യം ഡേറ്റ വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആയപ്പോൾ ഇൻഫർമേഷൻ അസിമെട്രി ആയി. അതിനുശേഷം ഇൻഫർമേഷൻ വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആയപ്പോൾ നോളജ് അസിമെട്രി ആയി. ഇന്ന് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും ചെയ്യുന്ന ഒരു പരിധി വരെ വിജ്ഞാനം എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നോളജാണ്, നോളജ് അസിമെട്രിയാണ്, ഡിസിമിനേഷൻ ഓഫ് നോളജ് മാത്രമാണ്. പക്ഷേ അതിൻ്റെ അടുത്ത തലമാണ് വിസ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ നോളജിനെ AI ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകേണ്ട സമയമായി, വിസ്ഡത്തിലേക്ക് കൊണ്ടുപോകേണ്ട സമയമായി. പക്ഷേ ഒരു നല്ല ശതമാനം സ്കൂളുകളിലും കോളേജുകളിലും ഇന്നും ഡേറ്റയിൽ തന്നെ നിൽക്കുന്നവരുണ്ട്, ഇൻഫർമേഷൻ തന്നെ നിൽക്കുന്നവരുണ്ട്. അവരെക്കാളും എത്രയോ നല്ലതാണ് AI എന്ന് വേണം പറയാൻ. കാരണം താങ്കൾ പറഞ്ഞ ക്രിട്ടിക്കൽ തിങ്കിങ് അവിടെ ഒന്നും നടക്കുന്നില്ല. ക്രിട്ടിക്കൽ തിങ്കിങ് നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നോളജ്, പ്രോപ്പർ നോളജും അധ്യാപകൻ കുറേയേറെ വിസ്ഡം, റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഒരു കവിത വായിച്ചു കഴിഞ്ഞാൽ കവിതയിൽ ചെറുത് പറയുകയല്ല, അതിന് ഇടയ്ക്കുള്ള വരിയിലെ അർത്ഥങ്ങൾ പറയുകയും അതിൻ്റെ സൗന്ദര്യം കാണിക്കുകയും ചെയ്യുന്ന അധ്യാപകനുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് അടുത്ത തലത്തിലേക്ക് പോകാൻ AI ഒരിക്കലും ഘടകമല്ല. ഇൻഫാക്റ്റ് കുട്ടിയുടെ ഇന്നുള്ള കുറേയേറെ ടൈം പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതിനുശേഷം ക്ലാസ് റൂമുകൾ വളരെയധികം മീനിങ് ഫുൾ ആവും. കാരണം നമുക്ക് സാധാരണ AI പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ജോലി നഷ്ടപ്പെടും എന്ന് പറയുന്നത്. അത് വളരെ കോമണായിട്ട് പറയുന്ന ഒരു സാമൂഹിക പ്രശ്നമാണ്. പക്ഷെ നമുക്കറിയാമെന്നുള്ളത്, ഏത് കാലത്തും നമ്മൾ വളരെ കൂടുതൽ സമൂഹം ഒരു ജോലി ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാർ അതിനേക്കാളും മറ്റൊരു ജോലി ചെയ്യും. ആൻഡ് എവരിബഡി ആസ്പയർ ടു ഡു ദാറ്റ് ജോബ്. പക്ഷെ അവർക്ക് ചെയ്യാൻ കഴിയാറില്ല. ഒരുപക്ഷെ സമയത്തിൻ്റെ ലഭ്യതയില്ലായ്മ ഉണ്ടായിരിക്കും. ഇപ്പോൾ അഗ്രികൾച്ചർ വേൾഡ് ഉണ്ടായിരുന്ന സമയത്ത് ഒരുപക്ഷെ അധ്യാപന ജോലി എന്ന് പറയുന്നത് ഒരുപാട് പേര് ആസ്പയർ ചെയ്തതാണ്. പക്ഷെ അവർക്ക് ചെയ്യാൻ കഴിയാത്തത് അവരുടെ ജീവിതം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഹാർഡ് മാനുവൽ ലേബർ ചെയ്യണമായിരുന്നു. അതിനുശേഷം മാനുവൽ ഓട്ടോമേറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള ജോലികളിലേക്ക് ആൾക്കാർ പോയി. ആ സമയത്ത് ക്രിയേറ്റീവ് ജോബ്സിലേക്ക് പോകണം, എനിക്കൊരു നല്ല സംഗീതജ്ഞനാവണം, അല്ലെങ്കിൽ എനിക്ക് വളരെ നന്നായിട്ട് ഒരു ക്രിയേറ്റിവിറ്റി പഠിക്കണം, പക്ഷേ എനിക്ക് അതിനുള്ള സമയമില്ല. കഴിവ് മാത്രമല്ല, കഴിവ് വികസിപ്പിക്കാനുള്ള സമയം പോലും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇതിനെ ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗോ ഇൻ ടു ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ജോബ്സ് ആൻഡ് യു വിൽ സീ എ ലാർജ് നമ്പർ ഓഫ് സച്ച് ജോബ്സ് കമ്മിങ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ ചുറ്റും തന്നെ അങ്ങനെയുള്ള ജോലികൾ വരും. ഒരുപക്ഷെ അങ്ങനെയുള്ള ജോലികൾ വരുമ്പോഴാണ് ഒരുപക്ഷെ കോളേജുകളിലും സ്കൂളുകളിലും അതിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് ആസ്പെക്റ്റ് ആവശ്യമുണ്ട്. കാരണം ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് നിർത്താം. AI പോളറൈസ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ഡേറ്റ പോളറൈസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഒരു കുട്ടി ആലോചിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് AI ഇങ്ങനെ പറയുന്നു? അതിന് കൊടുക്കുന്ന ഫീഡിങ് ഡേറ്റയിൽ തന്നെ, അതായത് വേൾഡിൽ തന്നെ മര്യാദയ്ക്ക് ക്രിയേറ്റ് ചെയ്യാത്തതിൻ്റെ ഒരു ഇഷ്യൂ ആണ്. അവിടെ നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ പലപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള വളരെ ഡീപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലാസ് മുറികൾ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വരും നാച്ചുറലായിട്ട് വരേണ്ടതാണ്. കാര്യം അറ്റ് ദ എൻഡ് ദ മെഷീൻ ആൻഡ് മാൻ കോമ്പീറ്റ്, നമ്മൾ മനുഷ്യർ അതിനേക്കാൾ അടുത്ത തലത്തിലേക്ക് പോകും. അങ്ങനെ ഒരു ഇവല്യൂഷൻ നമുക്കുണ്ടാവും. മെഷീൻ ഒരു ഇവല്യൂഷൻ ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു പേടിക്കേണ്ട കാര്യമല്ല. പക്ഷേ സ്റ്റിൽ ഈ ഒരു തലത്തിലേക്ക് ഓൾ സിസ്റ്റം ഹാസ് ടു ചേഞ്ച്, പെഡഗോഗി മാറണം. ഇപ്പം നമ്മൾ ബിഫോർ 93 when the internet was not there, അപ്പം നമ്മൾ ബുക്സിൽ നിന്നാണ് റിസർച്ചേഴ്സ് എല്ലാം എടുത്തുകൊണ്ടിരുന്നത്. ദാറ്റ് വാസ് എ വെരി കോമ്പൾസം പ്രോസസ്. ബട്ട് ടുഡേ വൺസ് ദ ഇന്റർനെറ്റ് കെയിം ഇൻ ആൻഡ് വൺ യുവർ ഗൂഗിളിംഗ് സ്റ്റാർട്ടഡ് 2000 ആയപ്പോഴത്തേക്കും യു ഹാവ് എവറി ഇൻഫർമേഷൻ ജസ്റ്റ് അവൈലബിൾ ഓൺ സെർച്ച് ചെയ്യാൻ അറിയാമെങ്കിൽ. ടുഡേ നൗ ഇഫ് യു ക്യാൻ നോ അബൌട്ട് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, കുറേ കൂടി ക്യൂറേറ്റഡ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടാവുന്ന ലെവലിലേക്ക് വരും.
ബട്ട് ദെൻ ദ പ്രോബ്ലം ഇസ് നിങ്ങളുടെ ദ ക്ലാസ് റൂം വിൽ ഹാവ് ടു ബിക്കം എ പോയിന്റ് വെയർ ദാറ്റ് ഇസ് ഡിസ്കസ്ഡ്. ഇറ്റ് കനോട്ട് ബി സാർ പറഞ്ഞ പോലെ ഒരു എല്ലാം അറിയുന്ന ഒരാൾ ഒന്നും അറിഞ്ഞുകൂടാത്ത കുറേ ആൾക്കാർക്ക് കുറേയധികം ഡേറ്റ ഷെയർ ചെയ്യുകയോ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയോ എന്ന അധ്യാപന രീതി മാറിയിട്ട് ഇതിൽ നിന്ന് എടുക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ ചർച്ച ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ പെഡഗോഗി തന്നെ മാറണം. ഒരുപക്ഷെ നമ്മുടെ ഇവാലുവേഷൻ സിസ്റ്റം മാറണം. അങ്ങനെ കുറേയധികം മാറ്റങ്ങൾ വരേണ്ടിയുണ്ട്. ഹലോ സർ. സർ, ഒരു കാലത്ത് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലോഗ് റൈറ്റിംഗ് ആയിരുന്നു. ഒരു കാലത്ത് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലോഗ് റൈറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പം വീഡിയോ കോണ്ടന്റ് ആണ്, വീഡിയോ കോണ്ടന്റും ഓഡിയോ കോണ്ടന്റും. അപ്പം AI വരുന്ന നെക്സ്റ്റ് ജനറേഷൻ റൈറ്റിങ്ങിന് എന്തെങ്കിലും പ്രോമിനൻസ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ റൈറ്റിംഗ് ഫുള്ളി ഓട്ടോമേറ്റഡ് ആവുമോ? ഒരു റൈറ്റർ റോൾ എന്തായിരിക്കും ഫ്യൂച്ചറിൽ? ഐ മീൻ ക്രിയേറ്റീവ് ജോബ്സിൽ. No, sir, I think ഈ ജനറേറ്റ് റൈറ്റിംഗ് എഴുത്ത് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഇപ്പോഴും ഉണ്ട്. നമ്മൾ ടൈറ്റിൽ കൊടുത്താൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ വേർഡ് കൊടുത്താൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസും ഉണ്ട്, വിച്ച് ഇസ് ഓൾ ദെയർ. ബട്ട് ഐ തിങ്ക് ദർ ഇസ് സംതിങ് കോൾഡ് ഹ്യൂമൻ ഇൻജെന്യൂനിറ്റി വിച്ച് ഹാസ് നോട്ട് ബീൻ റീപ്ലേസ്ഡ് സോ ഫാർ. So there is again going to be, I look very stupid if I say that writing is going to go out of fashion. നമ്മൾ ഈ ഇലക്ട്രോണിക് കണ്ടന്റ് വന്നപ്പോൾ വായന ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. ബുക്കുകൾ കാണാതാവും, ഇനി എല്ലാം സിസ്റ്റത്തിലേ ഉണ്ടാവുള്ളൂ. ബട്ട് ഇറ്റ് നെവർ ഹാപ്പൻഡ്. ഇപ്പോഴും ഉണ്ട് ബുക്ക് ആ ടച്ച് ആൻഡ് ഫീൽ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്, വായനയുണ്ട്, എഴുത്തുണ്ട്. സോ ഐ തിങ്ക് ദാറ്റ് ഇസ്, എനിക്ക് തോന്നുന്നു അത് ഈ വായിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടില്ല, പക്ഷേ മൊത്തത്തിലെടുക്കുക എണ്ണം കൂടിയിട്ടുണ്ട്. കാര്യം ഒരു വായനയിൽ വായിക്കുന്ന ഒരാൾ സ്വയം ഇമാജിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതേസമയം ഒരു വ്ളോഗർ കാണുന്നതോ അല്ലെങ്കിൽ ഒരു വിഷ്വൽ കാണുമ്പോൾ ആ ഇമാജിനേഷൻ കുറയും. ഒരു നല്ല ശതമാനം എന്ന് പറയാം, കുറേ ശതമാനം ആൾക്കാർക്ക് ആ ഒരു വായിച്ച് ഇമാജിൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു എഫേർട്ടാണ്. അതുകൊണ്ടാണല്ലോ പലപ്പോഴും വായിക്കാതെ ഒരു ഓഡിബിൾ കേൾക്കുന്ന പോലും അതുകൊണ്ടാണ്. എനിക്ക് വായിക്കാൻ മടിയാണ്, ഞാൻ അതുകൊണ്ട് കേൾക്കുന്നു. പക്ഷേ ആ ഇമാജിൻ ചെയ്യേണ്ട ഒരു ഗ്രൂപ്പ് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ അക്സസിബിൾ ആവുന്നുണ്ട്. നേരത്തെ വായിക്കാൻ മടിയായതുകൊണ്ട് കാണാത്ത ഒരു നല്ല സാഹിത്യകൃതിയെ ആസ്വദിക്കാൻ കഴിയാത്ത ഒരാൾക്ക് അത് ആസ്വാദനം നമുക്കറിയാലോ, പല തലത്തിൽ ചെയ്യാമല്ലോ. അതിനെ ഒരു ഉപരിപ്ലവമായിട്ടെങ്കിലും ആസ്വദിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഒരു വീഡിയോ കാണുമ്പോൾ കാണാൻ അത് കിട്ടും. അതായത് ഒരു സ്റ്റോറിയെ മൂവി ആക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മാറുന്നത് നമുക്കറിയാമല്ലോ, അതുപോലെ. പക്ഷേ അതേസമയം ഈ വായിച്ച് അതിനെ ഇമാജിൻ ചെയ്യുന്ന ആൾക്കാർ ഒരു വലിയ നമ്പറുണ്ട്. അവരത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വായന മരിക്കുമെന്നതിന് അതിന് ഒരു പ്രൂഫും ഇല്ല സത്യം പറഞ്ഞാൽ. ബട്ട് ദ ഓവറോൾ സോഷ്യൽ സ്ട്രക്ചർ കുഡ് ചേഞ്ച്. ഒരുപക്ഷെ ലൈബ്രറി കേന്ദ്രീകരിച്ച് നമ്മൾ ചെയ്തിരുന്ന, നാട്ടിൻപുറത്തുള്ള ഒരു ലൈബ്രറി കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന ഒരു വായനാ കൂട്ടം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവങ്ങളിൽ കുറച്ച് മാറ്റം വരാൻ സാധ്യതയുണ്ട്. സോ ദാറ്റ് ഇസ് എ സോഷ്യൽ ചേഞ്ച് ദാറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട്. നിങ്ങൾക്ക് കുറേ കൂടി പേഴ്സണലൈസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരണമായ സാധനങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി നമ്മൾ ഐസൊലേറ്റഡ് ആവുന്നു എന്നുള്ളത് ദാറ്റ്സ് വൺ ഫാക്ട് വിച്ച് യു ക്യാൻ ലുക്ക് അറ്റ്. ശതമാനം നോക്കുമ്പോൾ ഒരുപക്ഷെ വായനക്കാരുടെ എണ്ണം ശതമാനത്തിൽ കുറഞ്ഞു എന്ന് പറയാം. അതിന് കാരണം ഡിനോമിനേറ്റർ കൂടിയതുകൊണ്ടാണ്, ന്യൂമറേറ്റർ കുറഞ്ഞതുകൊണ്ടല്ല. ഡിനോമിനേറ്റർ കുറഞ്ഞാലും ശതമാനം കുറയുമല്ലോ. മൊത്തത്തിൽ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ വായനക്കാരുടെ എണ്ണം കുറഞ്ഞു, വായനക്കാരുടെ ശതമാനം കുറഞ്ഞു, എണ്ണമല്ല കുറഞ്ഞത്. പക്ഷേ ഇത് എത്തുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്തു. I think we have 3 or 4 minutes more. I think a couple of questions. Alinga, you want to conclude this from a social structure point of view? I think rather. അല്ല, എനിക്ക് ജയശങ്കറിനോട് ചോദിക്കേണ്ടത്, സിൻസ് യു ആർ ലീഡിങ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൾസോ, ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇങ്ങനെ, കാര്യം എഡ്യൂക്കേഷൻ സിസ്റ്റമാണല്ലോ സാമൂഹ്യ മാറ്റത്തിന് ഒരു പരിധി വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് സോ ദാറ്റ് we can make a much more a just society, useful society, other than we teach them how to use AI and all? What is the type of ethical grounds one have to take on? I think you hit on that point. I think we are talking, നമ്മളിപ്പോൾ തന്നെ ഈ എത്തിക്കൽ AI എങ്ങനെ പറഞ്ഞു ചർച്ചകൾ നടക്കുന്നുണ്ട്. ബട്ട് എവറിത്തിങ് പിന്നെ എല്ലാം വരുന്നത് ഫണ്ടമെൻ്റൽ വാല്യൂസിലാണ്. നമ്മൾ മൂല്യങ്ങളിലൊക്കെ പറയുമ്പോൾ കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളായിട്ട് കാണുകയും അങ്ങനെ മാത്രം കാഴ്ചപ്പെടുന്ന ഒരു ഭയങ്കര പെരിഫറലായിട്ട് മാത്രം കാണുന്ന ഒരു സാധനമാണ്. ബട്ട് ആസ് എ ഇമ്പാക്ട് ഓഫ് ഓൾ ദീസ് ഓൺ എഡ്യൂക്കേഷൻ ഈസ് ടു ബി ഡിസ്കസ്ഡ്. നമ്മൾ നിർഭാഗ്യവശാൽ ചർച്ച ചെയ്യാത്തൊരു കാര്യം ഈ ടൂൾസ് എങ്ങനെ കുട്ടികളുടെ മേൽ ഒരു പഠനോപാധിയായി കൊടുക്കും എന്നുള്ളതാണ്. നമ്മൾ റിസർച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇത്രയും ഇൻ്റർനെറ്റ് മെറ്റീരിയൽ അവൈലബിൾ ആയപ്പോൾ
നമ്മൾ പ്ലേഗറിസം ടൂൾസ് കണ്ടുപിടിക്കുക ചെയ്തത്, അതിൽ നിന്ന് കോപ്പി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനാണ് കണ്ടുപിടിച്ചത്. ഐ വുഡ് റാദർ സേ ദാറ്റ് അലൗ യുവർ സ്റ്റുഡൻസ് ടു യൂസ് AI, ഓൾ കൈൻഡ് ഓഫ് ടൂൾസ്. പക്ഷേ അതിനെ നല്ലോണം ഉപയോഗിക്കാൻ അയാളെ പഠിപ്പിക്കുക. ബിക്കോസ് നമ്മളെപ്പോഴും എഡ്യൂക്കേഷനിൽ പറയുന്നത് സർ, യു ടീച്ച് എ മാൻ ടു ഫിഷ് ആൻഡ് നോട്ട് പ്രൊവൈഡ് എ ഫിഷ് എന്നുള്ള രീതിയിൽ ആ ഒരു കഥയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഈ വരുന്ന ടൂളുകളും ഈ വരുന്ന മാറ്റങ്ങളും നമ്മൾ വിചാരിച്ചാൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതല്ല. ബിക്കോസ് അതിൻ്റെ ബെനിഫിറ്റ്സ്, എക്കണോമിക് ബെനിഫിറ്റ്സ് ആർ വെരി ഹൈ. സോ ഫൈനലി എക്കണോമിക് ബെനിഫിറ്റ് ഇസ് ഗോയിങ് ടു വിൻ. അങ്ങനെ വരുമ്പോൾ ഈ ടൂൾസ് എങ്ങനെ ഉപയോഗിക്കണമെന്നും എത്രയും നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. സോ മൈ പോയിന്റ്, പേഴ്സണൽ പോയിന്റ് ഇസ് ദ ഹോൾ പെഡഗോഗി സിസ്റ്റം ഹാസ് ടു ചേഞ്ച്, ദ ഇവാലുവേഷൻ ഹാസ് ടു ചേഞ്ച്. ഇന്നിപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചാൽ കുട്ടികളെ ആദ്യം നോക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷയിൽ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. ദ നോട്ട് വറീഡ് അബൌട്ട് ഹൗ ടു ലേൺ ദ സബ്ജക്റ്റ് ഓർ ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓർ ഹൗ ടു അപ്ലൈ ദാറ്റ്. കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ പരീക്ഷ എങ്ങനെ ജയിക്കും എന്നുള്ളത് മാത്രമാണ്. അത് മാറണമെങ്കിൽ ആദ്യം എൻ്റെ ഇവാലുവേഷൻ മാറണം. ഇവാലുവേഷൻ മാറിയാൽ എൻ്റെ പഠന രീതി മാറും. നമ്മൾ ഇതെല്ലാം അഡോപ്റ്റ് ചെയ്ത് തന്നെ പോകണം. ദാറ്റ് ഇസ് വാട്ട് ഐ പേഴ്സണലി തിങ്ക്. ബട്ട് ഇറ്റ്സ് എ വിഷ്ഫുൾ തിങ്കിങ്. ഒരു അഡീഷണൽ പോയിന്റ് പറഞ്ഞു നിർത്താം. നമ്മൾ കാൽക്കുലേറ്ററിനെ കുറിച്ച് തമാശ പറയാറുണ്ടായിരുന്നു. കാൽക്കുലേറ്റർ ആദ്യം ഉപയോഗിക്കുന്ന ആള് കാൽക്കുലേറ്ററിൽ കിട്ടുന്ന റിസൾട്ട് കൂട്ടി നോക്കുമായിരുന്നു എന്ന്. അത് ശരിയാണോ എന്ന്. പക്ഷേ എനിക്ക് പറയാനുള്ളത് AI അത് ചെയ്യണമെന്നാണ്. AI റിസൾട്ട് വരുമ്പോൾ കുട്ടികൾ തീർച്ചയായിട്ടും നോക്കണം എന്തുകൊണ്ട് ഈ റിസൾട്ട് വന്നു, അതിനകത്ത് എന്തായിരുന്നു അതിൻ്റെ ഡേറ്റ ബയാസ്. അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. കാര്യം AI തരുന്ന റിസൾട്ടിനെ നമ്മൾ വീണ്ടും ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്തിട്ട് അതിനകത്ത് എങ്ങനെ അതൊരു ബയാസ് കൊണ്ടുവന്നു എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഒരു പരിധി വരെ ബെറ്റർ AI ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ഉറക്കാൻ കഴിയും. Thank you very much, and I think thank you all the audience for being here. Thank you very much.